ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് എന്താണെന്ന് നോക്കാം. അവരുടെ ഒരു കറന്റ് ഫീലിംഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. നെഗറ്റീവായി വരുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുകളയുക. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് കാർഡാണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിൽ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഉണർത്തെഴുന്നേൽപ്പ്, പുതിയൊരു തുടക്കം വേണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലിരുന്ന് അത് ഒരു ഡിവൈൻ പറയുന്നത് പോലെയായിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളില്ലാത്തതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിട്ടാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. എന്തോ ഒരു അന്വേഷണം, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് പകരം വേറൊരു സ്നേഹം സ്വീകരിക്കാൻ ഈ വ്യക്തിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ഓപ്ഷനെ ഒന്നും സ്വീകരിക്കാൻ ഈ വ്യക്തിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം എന്ന് പറയുന്നത് അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു ജീവിത പങ്കാളിയായിട്ട് തന്നെയാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളെ അവർ കാണുന്നത് ഒരു ഫാമിലി ആയിട്ടാണ്. വീണ്ടും നമുക്ക് കിട്ടിയത് ഒരു 4 ഓഫ് വാൻഡ്സ് ആണ്. ഇതും പറയുന്നത് നിങ്ങളെ ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് ആ വ്യക്തി കാണുന്നതെന്നാണ്. ഒരു വിവാഹം തന്നെയാണ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നതും. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോകുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെയാണെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു